സോ ഒക്ടോബർ 2022 ഇന്റലിൻ്റെ ഫസ്റ്റ് സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് ജി പി യുസ് ആൽക്കമിസ്റ്റ് സീരീസിലെ ഫസ്റ്റ് ജി പി യു മോഡൽസ് ഇറങ്ങിയത്. സോ ഇറ്റ്സ് ബീൻ മോർ ദാൻ 1 ഇയർ, പ്രിസൈസ്ലി ഒരു 16 to 17 months ആയിട്ടുണ്ട് ഇപ്പം ലോഞ്ച് ആയിട്ട്. സോ ഇറങ്ങിയ ടൈമിൽ നമുക്കറിയാമായിരുന്നു ഇറ്റ് വാസ് ആൻ അറ്റ ഡിസാസ്റ്റർ. കാരണം റിവ്യൂസ് അത്രയും ബാഡായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ അത്രയും മോശമായ റിവ്യൂസ് കിട്ടിയ ഒരു ജി പി യു ആയിരുന്നു ഇത്. എന്തായാലും ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ലെറ്റ്സ് സീ 2024 ഇന്റലിൻ്റെ ആർക്ക് ജി പി യുസ് എങ്ങനെയാണെന്ന്. സോ ഇന്ന് എന്തായാലും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഇന്റൽ ആർക്ക് A380 എന്ന ജി പി യുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ബെഞ്ച് മാർക്സ്, സിന്തറ്റിക് ബെഞ്ച് മാർക്സ് ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, ഓൾമോസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ, തുടങ്ങാം. ഇത് സെക്കൻഡ് ടൈമാണ് നമ്മൾ ബെഞ്ച് മാർക്സും കാര്യങ്ങളും എടുക്കുന്നത്. ബിക്കോസ് ഫസ്റ്റ് ഒരു 3-4 മാസം മുമ്പ് എല്ലാം ചെയ്ത് വെച്ചിരുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി SD കാർഡിൽ നിന്ന് ആ ഫയൽസ് എല്ലാം ഞാൻ അറിയാതെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ ദാറ്റ്സ് വൈ വീണ്ടും കംപ്ലീറ്റ് ബെഞ്ച് മാർക്കിംഗ് ഫസ്റ്റ് ഇന്ന് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പേ ഈ വീഡിയോ വരേണ്ടതാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കാരണം പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി ഈ വീഡിയോയിൽ. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇന്റലിൻ്റെ ബഡ്ജറ്റ് സീരീസിലുള്ള ജി പി യു ആണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നത്, ഇന്റൽ ആർക്ക് A380 മോഡൽ. സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഏസർ പ്രിഡേറ്ററിൻ്റെ A380 മോഡലാണ്. ആൻഡ് ഇത് ഞാൻ യൂസ്ഡ് പർച്ചേസ് ചെയ്തതാണ്, പുതിയതല്ല പർച്ചേസ് ചെയ്തത്, യൂസ്ഡ് വാങ്ങിച്ചതാണ്. മേ ബി ഒരു 5-6 months മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ്. സോ വിത്ത് ദാറ്റ് പ്രൈസിംഗ് നമുക്ക് തുടങ്ങാം. പ്രൈസിംഗ് ആസ് ഓഫ് നോ ഇത് മാർക്കറ്റ് നമുക്ക് 11,000 to 12,000 റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ആസ്റോക്ക് ബ്രാൻഡിൻ്റെ ഒരു A380 അവൈലബിൾ ആണ്. അതേപോലെ ഗിഗാബൈറ്റിൻ്റെ ആർക്ക് A380 വിൻഫോഴ്സ് എന്ന മോഡലും ഉണ്ട്. ഈ രണ്ട് മോഡൽസും 12,000 പ്രൈസ് ബ്രാക്കറ്റിലാണ് ഇപ്പോൾ ഓൺലൈൻ അവൈലബിലിറ്റി നമുക്ക് കാണുന്നത്. ആൻഡ് കറന്റ് ബഡ്ജറ്റ് ജി പി യുസിൻ്റെ സൈഡ് നമുക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ NVIDIA സൈഡ് അവൈലബിൾ ആയിട്ടുള്ളത് പഴയ GTX 1650 തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 1650 അല്ലെങ്കിൽ GTX സീരീസ് തന്നെ NVIDIA കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി ഇതൊരു എൻഡ് ഓഫ് ലൈഫ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇപ്പോഴത്തെ കറന്റ് പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ഇപ്പോഴും 11,000 to 12,000 പ്രൈസ് റേഞ്ച് തന്നെയാണ് 1650 ജി പി യുസ് മാർക്കറ്റിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബ്രാൻഡ്സ് നോക്കുവാണെങ്കിൽ 11,700 ആ റേഞ്ച് ഒക്കെയാണ്. സോ ഒരു എൻഡ് ഓഫ് ലൈഫ് ലിസ്റ്റിൽ വന്ന പ്രൊഡക്റ്റിന് സ്റ്റിൽ ആ പഴയ റേറ്റ് കൊടുത്ത് വാങ്ങുന്നത് അത്ര വേർത്ത് അല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. സിമിലർലി AMD സൈഡ് ഉള്ളതും പഴയ ജി പി യുസ് തന്നെയാണ്, പഴയ RX 570 580 തന്നെയാണ് പലരും മാർക്കറ്റിൽ ഇപ്പോഴും സെയിൽ ചെയ്യുന്നത്. ഇതും കംപ്ലീറ്റ്ലി AMD സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. കുറച്ചും കൂടി ബെറ്റർ ജി പി യു നോക്കുവാണെങ്കിൽ RX 6400 ആണ്. RX 6400 ഓഫ് കോഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജി പി യു ആണ് ബഡ്ജറ്റ് റേഞ്ചിൽ. ബട്ട് ഇൻ കേസ് നിങ്ങൾ എൻകോഡിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് പോലത്തെ സംഭവങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മേ ബി അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കത്തില്ല. ബിക്കോസ് അതിൽ വീഡിയോ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൻ്റെ സപ്പോർട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 6400ഉം നമുക്ക് 100% എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാനും പറ്റത്തില്ല. സോ ആ ഗ്യാപ്പിലാണ് ഇന്റലിന്റെ ആർക്ക് A380 വരുന്നത്. എനിവേസ് ഇന്റൽ ആർക്ക് A380 ജി പി യുടെ ബേസിക് സ്പെക്സ് നമുക്കൊന്ന് നോക്കാം. സോ ഇന്റൽ ആൽക്കമിസ്റ്റിലെ A സീരീസിൽ വരുന്ന A380 ബഡ്ജറ്റ് മോഡലാണ്. 6GB VRAM ആണ് വരുന്നത്. GDDR6 ബേസ്ഡ് 96 ബിറ്റ്സിൻ്റെയാണ് മെമ്മറി ഇന്റർഫേസ് വിത്ത് 186 Gbps മെമ്മറി ബാൻഡ്വിഡ്ത്ത്. PCIe4 ടോട്ടൽ 16 സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് 2 GHz ആണ് മാക്സിമം ഫ്രീക്വൻസി. 8 Xe കോർ യൂണിറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ 8 റേ ട്രേസിംഗ് യൂണിറ്റ്സും ഉണ്ട്. 75 വാട്ട്സിന്റെ ആണ് ടോട്ടൽ ബോർഡ് പവർ പറയുന്നത്. Vulkan OpenCL GL API സപ്പോർട്ട് ചെയ്യും. H.264 265 AV1 VP9 എൻകോഡിംഗ് ഡീകോഡിംഗ് സപ്പോർട്ട് ഉണ്ട്. ബെസ്റ്റ് സ്ട്രീമിംഗ് ആണ് ഇപ്പം AV1 ഓഫർ ചെയ്യുന്നത്. 2 ഡിസ്പ്ലേ പോർട്ട് ആൻഡ് ഒരു HDMI 2.1 പോർട്ട് ആണ് ഉള്ളത്. സോ ബേസിക് സ്പെക്സ് A380 ജി പി യുവിൻ്റെ എങ്ങനെയാണ്? ഇതിൽ പവർ കൺസംഷൻ അല്ലെങ്കിൽ ടോട്ടൽ ബോർഡ് പവറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. ബിക്കോസ് 75 വാട്ട്സ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മുടെ ഈ പർട്ടിക്കുലർ മോഡൽ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്ലോവർ സ്റ്റൈൽ മോഡലാണ്. ആൻഡ് ഇതിൽ നമുക്ക് പവർ കണക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. 8-pin പവർ കണക്റ്റർ ഓർ 6-pin പവർ കണക്റ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. പവർ ഡയറക്റ്റ്ലി എടുക്കുന്നത് PCI സ്ലോട്ടിൽ നിന്നായിരിക്കും. ആൻഡ് PCI സ്ലോട്ടിൻ്റെ ഒരു ഫുൾ 16 സ്ലോട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് 75 വാട്ട്സ് വരെ ഓഫർ ചെയ്യുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ ടെസ്റ്റിങ്ങിൽ ഇത് 45 വാട്ട്സ് മാക്സിമം എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ സംഭവങ്ങളും എല്ലാം മാക്സ് ഔട്ട് ചെയ്തിട്ടും സെറ്റിങ്സ് ബയോസിൻ്റെ കാര്യങ്ങളും എല്ലാ സെറ്റിങ്സും മാക്സ് ഔട്ട് ആയിരുന്നു. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്തിരുന്നത്. ബട്ട് സ്റ്റിൽ 45 വാട്ട്സിൻ്റെ പവർ ഇത് എടുക്കുന്നുള്ളായിരുന്നു. അത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഇതിന് സെപ്പറേറ്റ് പവർ കണക്ടർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി. ബട്ട് ഐ ഡോണ്ട് നോ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് കമ്പാരിഷൻസ് ഒന്നും കണ്ടില്ല. സോ എക്സാക്റ്റ് അറിയത്തില്ല. ഈ മോഡൽ ആക്ച്വലി ഇപ്പോൾ അവൈലബിൾ അല്ല മാർക്കറ്റിൽ, നോക്കിയിട്ട് ഞാൻ കിട്ടുന്നില്ല. ഈവൻ ഇതിൻ്റെ വെബ്സൈറ്റിൽ പോലും ഡയറക്റ്റ് ഏസിൻ്റെ വെബ്സൈറ്റിൽ പോലും ഇതിൻ്റെ സ്പെക്സ് ഇപ്പോൾ കാണുന്നില്ല.
അപ്പം എനിക്കറിയത്തില്ല ഇതിന് ഡിസ്കണ്ടിന്യൂ ചെയ്തതാണോ എന്താ, ഇതിനിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ, ഇത് ഇഷ്യൂ ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ബിക്കോസ് A380യുടെ ടോട്ടൽ ബോർഡ് പവർ 75 വാട്ട്സ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ബട്ട് ഇത് നമുക്ക് എന്തായാലും 45 വാട്ട്സ് 43 to 45 വാട്ട്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. ബട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാനത് ചെക്ക് ചെയ്ത് നോക്കി. നമ്മൾ മറ്റ് ബെഞ്ച് മാർക്സും മറ്റ് GPUസിൻ്റെ ബെഞ്ച് മാർക്സ് ആക്ച്വൽ A380യുടെ ബെഞ്ച് മാർക്സ് നോക്കുമ്പോൾ കമ്പാരബിൾ തന്നെയാണ്. ലൈക്ക് അത്ര ഹെവി ഡിഫറൻസ് ഒന്നുമില്ല, ഫ്യൂ ഫ്രെയിംസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഓവറോൾ ലൈക്ക് കമ്പാരിറ്റീവ്ലി സിമിലർ ആയിരിക്കണം. ബട്ട് ഇതിൻ്റെ പവർ കൺസംഷൻ കമ്പാരിറ്റീവ്ലി കമ്പനി പറയുന്നതിലും ലോ ആണ്. അതെന്തുകൊണ്ടാണെന്ന് എക്സാക്ട്ലി എനിക്കറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തേ ഉള്ളൂ. സോ ഇൻ കേസ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഫുൾ പവർ സപ്ലൈന്ന് പവർ എടുക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ 8 പിൻ പവർ കണക്ടർ വരുന്ന GPU എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ ലെറ്റ്സ് സീ, നമുക്ക് ഫസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ കാര്യം ഒന്ന് സംസാരിക്കാം. ഡ്രൈവേഴ്സിൻ്റെ ഒരു ഓവർവ്യൂ, അതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളും. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻറ്റലിൻ്റെ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ സൈറ്റിൽ നിന്നാണ്. ഫസ്റ്റ് നിങ്ങൾ കയറുമ്പം ഇങ്ങനെയാണ് കാണുന്നത്, ബീറ്റ പ്രോ വേർഷൻ. പ്രോ വേർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ആർക്ക് GPUസിൻ്റെ പ്രോ മോഡലും ഉണ്ട്, ലൈക്ക് പ്രൊഫഷണൽ യൂസ് അതിന് വേണ്ടിയുള്ള GPUസും ഉണ്ട്. സോ അതിനാണ് ഈ പ്രോ വേർഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ സൈഡിൽ കാണുന്നതാണ് ബീറ്റ വേർഷൻ. ബീറ്റ വേർഷനും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ലേറ്റസ്റ്റ് WHQL സർട്ടിഫൈഡ് ഗെയിം ഓൺ ഡ്രൈവേഴ്സ് എന്ന് കാണാം. സോ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ഹിയർ എന്ന ഓപ്ഷൻ താഴെ കാണും. ഇൻ കേസ് അതല്ലെങ്കിലും സെയിം വെബ്സൈറ്റിൽ തന്നെ ഓട്ടോമാറ്റിക് ഡ്രൈവർ സപ്പോർട്ട് അസിസ്റ്റൻറ്റ് ടൂൾ എന്ന് കാണും. സോ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ഏത് GPU ആണോ, ഏത് ആർക്ക് GPU ആണോ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. എയ്തർ വേസ് നിങ്ങൾക്ക് ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. എല്ലാ ലിങ്ക്സും എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കയറി നോക്കാം ഏതാണ് പ്രിഫേർഡ് മെത്തേഡ്. സോ ജസ്റ്റ് ഡൗൺലോഡ് ഹിയർ അടിച്ചു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ ഇന്റൽ ആർക്ക് A380 ആയതുകൊണ്ട് A380യുടെ ഡ്രൈവേഴ്സ് ആണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇൻസ്റ്റലേഷൻ ഫെയർലി സിമ്പിൾ ആണ്. ജസ്റ്റ് ഐ അഗ്രി നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് റീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. സോ ജസ്റ്റ് ഐ അഗ്രി കൊടുത്താൽ മതി. ഗ്രാഫിക്സ് ഡ്രൈവർ ഇൻസ്റ്റാളറിൽ ഈ 3 ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ 3 സോഫ്റ്റ്വെയർസ് ആയിരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. ഒന്ന് ഡ്രൈവർ, ഒന്ന് ഇന്റലിൻ്റെ ഗ്രാഫിക്സ് കമാൻഡ് സെൻറ്റർ എന്നൊരു ആപ്പ്, ആൻഡ് ഇന്റലിൻ്റെ ആർക്ക് കൺട്രോൾ. ആർക്ക് കൺട്രോൾ ആണ് മെയിൻ ആയിട്ടുള്ള ആപ്പ്. ഇതിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും GPUവിൻ്റെ എല്ലാ സെറ്റിംഗ്സും വരുന്ന ഈ ഒരു ആപ്പിലാണ്. സോ ഡ്രൈവർ ഇൻസ്റ്റാൾ ആയി കഴിയുമ്പം സിസ്റ്റം റീസ്റ്റാർട്ട് ആകും. മേ ബി 1-2 പ്രാവശ്യം റീസ്റ്റാർട്ട് ആകും. ആൻഡ് റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞ് ഇന്റൽ ആർക്ക് കൺട്രോൾ എന്ന സംഭവം വരും. അതിൽ തന്നെ കുറേ പോപ്പപ്സ്, ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ കഴിയുമ്പോൾ തന്നെ ഒത്തിരി പോപ്പപ്സ് വരും, അപ്ഡേറ്റ്സ് വരും. സോ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് വരുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും, ഇന്റൽ വെൽക്കം ടു ഇന്റൽ ആർക്ക് കൺട്രോൾ. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ കറൻറ്റ് ഡ്രൈവർ വേർഷൻ കാണാം. അതിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യാം, നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാം. സോ ഇതെല്ലാം നോർമൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലാണ് മറ്റ് ടാബ്സ് വരുന്നത്. ഇപ്പോൾ ഉള്ളത് ഡ്രൈവർ ടാബിലാണ്. അതിൻ്റെ താഴെയാണ് ഗെയിംസ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഗെയിംസും അതിൻ്റെ സ്പെസിഫിക് സെറ്റിങ്സ് വരുന്നതായിരിക്കും. അതിൻ്റെ താഴെയാണ് പെർഫോമൻസ് എന്നൊരു ടാബ് വരുന്നത്. പെർഫോമൻസ് ടാബിൽ നമുക്ക് ഓവറോൾ സിസ്റ്റമിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ലൈവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫർമേഷൻ കാണാൻ പറ്റും. CPU യൂസേജ്, മെമ്മറി യൂട്ടിലൈസേഷൻ, GPUയുടെ മെമ്മറി എത്രയാണ്, മെമ്മറി ലോഡ് എത്ര കയറുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. പക്ഷേ ഇവിടെയും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് എത്രത്തോളം കറക്റ്റ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആണെന്നും ഡൗട്ട്ഫുൾ ആണ്. ബിക്കോസ് ഹാർഡ്വെയർ ഇൻഫോ 64 യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ടാസ്ക് മാനേജർ യൂസ് ചെയ്ത പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ CPU യൂസേജിലും ഓവറോൾ എല്ലാ യൂസേജിലും ചെറിയ ഡിഫറൻസസ് കാണുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ ടാസ്ക് മാനേജറിൽ 100% CPU യൂട്ടിലൈസേഷൻ കാണിക്കുന്നുണ്ട്. ബട്ട് ഇന്റലിൻ്റെ ആർക്ക് കൺട്രോളിൽ ഇത് 70% അല്ലെങ്കിൽ 80% റേഞ്ച് ഒക്കെയാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. CPU യൂസേജ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും യൂസേജ് നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. റാം മെമ്മറി യൂട്ടിലൈസേഷൻ 70%, 71% ഓക്കെയാണ്. ബട്ട് GPU യൂസേജ് ഇവിടെ 26-27% ആണ്. വേറെസ് ടാസ്ക് മാനേജറിൽ അത് 10-11% ആണ് കാണിക്കുന്നത്. സോ ഓവറോൾ ആർക്ക് കൺട്രോളിലെ പെർഫോമൻസിൻ്റെ ടാബിൽ കാണിക്കുന്ന ലൈവ് പെർഫോമൻസ് മോണിറ്ററിംഗ് ടാസ്ക് മാനേജറുടെയും മറ്റ് സോഫ്റ്റ്വെയർസും യൂസ് ചെയ്യുവാണെങ്കിൽ അതിലേയും കുറച്ച് ഡിഫറൻസസ് കാണുന്നുണ്ട്. സോ ജസ്റ്റ് നോട്ട് ദാറ്റ്. അതിൻ്റെ താഴെയാണ് ഡിസ്പ്ലേഡ് ഓപ്ഷൻ വരുന്നത്. ഡിസ്പ്ലേ എത്രയാണ് കണക്ട് ചെയ്തേക്കുന്നത്, അതിൻ്റെ കളർ ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്. ഇതിൻ്റെ താഴെ വരുന്നതാണ് സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോ എന്ന ടാബ് ആക്ച്വലി സ്ട്രീമിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. കുറച്ച് കാര്യങ്ങളുണ്ട്, റെക്കോർഡ് ചെയ്യാനും സ്ട്രീം ചെയ്യാനും. സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റും, വേറെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാതെ. ഫസ്റ്റ് കാണുന്നതാണ് ബ്രോഡ്കാസ്റ്റ് ടാബ്, നിങ്ങളുടെ ഡയറക്റ്റ് വീഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്യാപ്ചർ, അതിന് താഴെയാണ് ഹൈലൈറ്റ്. സോ ഇതെല്ലാം നിങ്ങളൊരു സ്ട്രീമർ ആണെങ്കിൽ മേബി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. സ്ട്രീമിംഗ് സോഫ്റ്റ്വെയറിൽ വരുന്ന ഓൾമോസ്റ്റ് സെയിം സംഭവങ്ങൾ തന്നെയാണ്. സ്ട്രീമിംഗ് ചെയ്യാം, ക്യാപ്ചർ ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാം. ഓൾമോസ്റ്റ് ബേസിക് സ്ട്രീമിങ്ങിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഗെയിം ഓവർലേയും ഇതിൽ വരുന്നതായിരിക്കും. നമുക്ക്
സെപ്പറേറ്റ് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗെയിം കളിക്കുന്ന സമയത്ത് CPU യൂസേജ് എത്രയാണ്, GPU യൂസ് എത്രയാവുന്നു, ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇന്റൽ ആർക്ക് കൺട്രോളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഓവർലേഡ് ഓപ്ഷൻ ഉണ്ട്. സോ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കാണാവുന്നതാണ്. ഈ ഡീറ്റെയിൽസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഏതൊക്കെ കാണണം ഏതൊക്കെ വേണ്ട എന്നുള്ളതും. ബട്ട് FPS-ന്റെ കാര്യമൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് ഹാർഡ്വെയറിന്റെ യൂസേജും കാര്യങ്ങളെ കാണിക്കത്തുള്ളൂ. FPS ഓവർ എത്ര ഫ്രെയിംസ് വരുന്നു, ഫ്രെയിം റേറ്റ്സ് എത്രയാണ്, ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അതിനെന്തായാലും തേർഡ് പാർട്ടി MSI ആഫ്റ്റർ ബേർണർ പോലത്തെ സോഫ്റ്റ്വെയർ തന്നെ യൂസ് ചെയ്യണം. ഈവൻ ദോ ആർക്ക് കൺട്രോളിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു ഇൻ്റർഫേസ് ആക്ച്വലി ഒരു ഒരു പ്ലീസിങ് ഇൻ്റർഫേസ് അല്ല. ബിക്കോസ് ഓവറോൾ യൂസർ ഇൻ്റർഫേസ് ശോകമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഹെവി ആയിട്ടുള്ള ഗെയിം കസ്റ്റമൈസേഷൻസോ സെറ്റിംഗ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒന്നും ഇതിലില്ല. ഈ സോഫ്റ്റ്വെയറിലും ആക്ച്വലി കുറേ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് പോപ്പപ്പ് വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം അത് പിന്നെ ചില സമയം ആ ഒരു ഇൻ്റർഫേസ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ വിൻഡോസിൻ്റെ ടോപ്പിലായിരിക്കും വന്ന് നിൽക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ടോപ്പിൽ നിന്ന് ചില സമയം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ താഴോട്ട് പോകും. സിമിലർലി അതേപോലെ നോട്ടീസ് ചെയ്താണ് അപ്ഡേറ്റ് ആകുമ്പം കംപ്ലീറ്റ്ലി ഫ്രീസ് ആയി നിൽക്കും. നമ്മൾ മിനിമൈസ് ചെയ്താലോ ക്ലോസ് ചെയ്താലോ അത് ക്ലോസ് ആകത്തില്ല. കംപ്ലീറ്റ്ലി ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. വേറെ ആപ്സും അല്ലെങ്കിൽ വേറെ ടാബ്സും നമുക്ക് ഓപ്പനും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലത്തെ സംഭവങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ആർക്ക് കൺട്രോൾ എന്ന സോഫ്റ്റ്വെയറിലും പല ഗ്ലിച്ചസ് ഉണ്ട്. ഫസ്റ്റ് ടൈം ബെഞ്ച് മാർക്ക് ചെയ്തപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്തതാണ്. ഈ പ്രാവശ്യം ചെയ്തപ്പോൾ എന്തായാലും ഇതൊന്നും നോട്ടീസ് ചെയ്തില്ല. ഇനി ഡ്രൈവേഴ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈവൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ബയോസിൽ 1-2 കാര്യങ്ങൾ ഇന്റൽ മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ ഒന്ന് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യണം ബയോസിൽ കയറിയിട്ട്. അതിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും എക്സാക്ട്ലി നിങ്ങളുടെ ഏത് മദർ ബോർഡാണ്, ഏത് ബ്രാൻഡാണോ അതിനനുസരിച്ച് ബയോസിലെ കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. ഞാൻ എന്തായാലും ഗിഗാബൈറ്റിന്റെ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഗിഗാബൈറ്റിന്റെ B760M D2H എന്ന DDR5 ബോർഡാണ്. സോ ഇന്റൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. CSM കമ്പാറ്റബിലിറ്റി സപ്പോർട്ട് മോഡൽ CSM എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെക്കണം. സിമിലർലി എനേബിൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അബവ് 4G ഡീകോഡിംഗ് എന്ന ഓപ്ഷനും ആൻഡ് റീസൈസബിൾ ബാറിന്റെ സപ്പോർട്ട് ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കണം നിങ്ങളുടെ ബയോസിൽ. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മദർ ബോർഡ് ബ്രാൻഡിൽ ഡിപ്പെൻഡ് ചെയ്യും ഈ ഓപ്ഷൻസ് എവിടെയാണെന്നുള്ളത്. ഗിഗാബൈറ്റിന്റെ ബോർഡ് ആണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബയോസ് അപ്ഡേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഇവിടെ ആയിരിക്കും കാണുന്നത്. CSM ഓർ കമ്പാറ്റബിലിറ്റി സപ്പോർട്ട് മോഡ്യൂൾ നിങ്ങൾക്ക് ഫേവറേറ്റ്സിൽ കാണാം. ആൻഡ് മറ്റ് 2 അബവ് 4G ഡീകോഡിംഗും റീസൈസബിൾ ബാർ സപ്പോർട്ടിന്റെ ഓപ്ഷൻ സെറ്റിംഗ്സിലായിരിക്കും വരുന്നത്. ഫോർച്ചുനേറ്റ്ലി ഈ 2 ഓപ്ഷൻസും ബയോസിൽ ഡയറക്ട്ലി ഓൾറെഡി എനേബിൾഡ് ആയിരുന്നു. സോ ഇൻ കേസ് ആർക്ക് GPU നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ബയോസിൽ കയറി ചേഞ്ച് ചെയ്യണം. എന്തായാലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന്റെ കാര്യം ഇതൊക്കെയാണ്. നമുക്ക് കുറച്ച് ബെഞ്ച് മാർക്സ് ആൻഡ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്പെക്സ് നമുക്ക് നോക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്ത സ്പെക്സ് ഇന്റലിന്റെ 12600K ആണ് പ്രോസസർ. D2H എന്നൊരു ബേസിക് മദർ ബോർഡാണ്. ഹൈ എൻഡ് മദർ ബോർഡ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല മദർ ബോർഡാണ്. ഫീച്ചേഴ്സ് കുഴപ്പമില്ല. 16GB സിംഗിൾ കോർസൈറിന്റെ വെഞ്ചൻസ് ആണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്. DDR5 5200 MHz വിൻഡോസ് 11 ആണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. സോ ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സിന്തറ്റിക് ബെഞ്ച് മാർക്ക്. സിന്തറ്റിക് ബെഞ്ച് മാർക്സ് നമ്മൾ 3D മാർക്കിന്റെ ടൈം സ്പേ ആണ് 4272 ആണ് സ്കോർ വന്നത്, വിച്ച് ഈസ് വെരി ഡീസെന്റ്. നെക്സ്റ്റ് 3D മാർക്കിന്റെ തന്നെ ഇന്റലിന്റെ XeSS, ഇന്റലിന്റെ അപ്സ്കെയിലിംഗ് ടെക്നോളജിയാണ് XE സൂപ്പർ സാമ്പിളിംഗ്. സോ ഇതിന്റെ ഒരു ടെസ്റ്റ് നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് XeSS എനേബിൾ ചെയ്യുമ്പോഴും ഡിസേബിൾ ചെയ്യുമ്പോൾ എത്ര FPS-ന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ. ഒരു ആവറേജ് ആണ്. സോ ഇവിടെ ടോട്ടൽ നമുക്ക് XeSS ഓഫ് ചെയ്യുമ്പോൾ 5.19 ആവറേജ് FPS ആണ് വരുന്നത്. ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് 119% ഇൻക്രിമെന്റ് ആണ്. 11.40 FPS ആണ് ടോട്ടൽ വരുന്നത് ഓൺ ആവറേജ്. FPS ആക്ച്വലി കുറവാണ് ബിക്കോസ് ഈ ടെസ്റ്റ് കുറച്ച് ഹൈ എൻഡ് ടെസ്റ്റ് ആണ്. 2K റെസൊല്യൂഷൻ്റെ ഏറ്റവും അൾട്രാ സെറ്റിംഗ് ടെസ്റ്റ് ആണിത്. സോ അതുകൊണ്ട് തന്നെയാണ് FPS ഇത്ര ലോ. A380 ഒരു ബഡ്ജറ്റ് GPU ആണ്. 2K ഒന്നും നമുക്കറിയാം യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ടെസ്റ്റിംഗ് അത് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന 2K റെസൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് ഗീക്ക് ബെഞ്ചിന്റെ നമ്മൾ OpenCL API യൂസ് ചെയ്യുമ്പോൾ 33,612 ആണ് വരുന്ന സ്കോർ. Vulkan APU യൂസ് ചെയ്യുമ്പോൾ 34,556 ആണ്. സിനോബെഞ്ചിന്റെ ലേറ്റസ്റ്റ് 2024 എഡിഷനിൽ GPUയുടെ ബെഞ്ച് മാർക്കിംഗ് ഓപ്ഷനും ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സിനോബെഞ്ച് 2024 സോഫ്റ്റ്വെയർ ഇന്റൽ ആർക്ക് GPU ഡിറ്റക്ട് ചെയ്യുന്നില്ലായിരുന്നു. ആൻഡ് ഓൾസോ ഇത് നമ്മൾ വെബ്സൈറ്റ് കയറി നോക്കുമ്പോഴും മാക്സോന്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് NVIDIA ആൻഡ് AMD ഓപ്ഷൻസ് കാണിക്കുന്നുള്ളൂ. ഇന്റലിന്റെ ഇതുവരെ സപ്പോർട്ട് ആഡ് ചെയ്തിട്ടില്ല സിനബെഞ്ച് 2024. സോ അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഫർമാർക്കിന്റെ ടെസ്റ്റിൽ 2717 സ്കോറാണ് വന്നത്. ആവറേജ് 46 FPS ആണ്. നെക്സ്റ്റ് പ്രൊഡക്ടിവിറ്റി ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പ്രീമിയർ പ്രോ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. പ്രീമിയർ പ്രോ 20 മിനിറ്റ്സിന്റെ 4K H.264 കോഡെക്കിലെ പ്രോജക്റ്റ് ആണ്. വീഡിയോ പ്ലേ ബാക്കും കാര്യങ്ങളും കാണാം. അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. ഹെവി ഗ്രാഫിക്കൽ ഏരിയസ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഗ്ലിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അത് നമുക്ക് റെസൊല്യൂഷൻ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ ലോവർ ചെയ്തിട്ട് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ പ്രോക്സി യൂസ് ചെയ്യണം.
ഒബ്വിയസ്ലി ഇതൊരു 4K ഫുട്ടേജ് ആണ്. 4K നമ്മൾ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 1080p ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ജസ്റ്റ് മാക്സിമം എത്രത്തോളം പുഷ് ചെയ്യാമോ അതിന് വേണ്ടിയാണ് 4K നോക്കിയത്. എക്സ്പോർട്ടിംഗ് ടൈം നമുക്ക് 28 മിനിറ്റ്സും 19 സെക്കൻഡ്സ് ആണ് 20 മിനിറ്റ്സിൻ്റെ ഈ 4K ഫുട്ടേജിന് എടുത്തത്. സോ ഒരു ബഡ്ജറ്റ് GPUവിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. കൺസിഡറിങ് ഇറ്റ്സ് എ 4K ഫുട്ടേജ്. സോ 1080p ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. മിഡ് റേഞ്ച് പെർഫോമൻസ് നമുക്ക് ഈസിലി കിട്ടും. നെക്സ്റ്റ് ഡാവിൻസി റിസോൾവിൻ്റെ നമ്മൾ പ്യൂജറ്റ് സിസ്റ്റംസിന് ബെഞ്ച് മാർക്ക് ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രി ലെവൽ ബെഞ്ച് മാർക്കിംഗ് കമ്പനിയാണ്. അവരുടെ ഒരു ആപ്പാണ്. ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസും പല ടാസ്കും പല GPU റിലേറ്റഡ് ടാസ്ക് എല്ലാം ചെയ്തിട്ടൊരു ഓവറോൾ സ്കോറാണ് നമുക്ക് വരുന്നത്. ഓവറോൾ സ്കോർ നമുക്ക് കാണുന്നത് 10,033 ആണ്. ആൻഡ് ആ ഗ്രാഫ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം മിഡിലിന് കുറച്ച് താഴോട്ടാണ് നിൽക്കുന്നത്. ഒരു മിഡ് റേഞ്ചിന് താഴെ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇൻ ഡാവിൻസി റിസോൾവ് 1080p. ആൻഡ് ഓൾസോ ഡീറ്റെയിൽഡ് പെർഫോമൻസിൻ്റെ സ്കോഴ്സ് നമുക്ക് ഇവിടെ കാണാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഹാൻഡ് ബ്രേക്കിൻ്റെ എൻകോഡിംഗ് ആണ്. ഇവിടെ നമ്മൾ 4Kയുടെ 23 മിനിറ്റ്സിൻ്റെ ഒരു ഫുട്ടേജ് ആണ് H.264 ഫോമാറ്റിലുള്ളത്. 5.7 GB ആണ് ടോട്ടൽ സൈസ് ഇതിൻ്റെ. ഈ വീഡിയോ നമ്മൾ 1080pയിലൂടെ എൻകോഡ് ചെയ്യുന്നതാണ്. സോ ടോട്ടൽ ടൈം എടുത്തത് 12 മിനിറ്റ്സും 54 സെക്കൻഡ്സ് ആണ്. ആൻഡ് കംപ്രസ് ആയ ഫയൽ സൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 816 MB ആണ്. ഇവൻ ദോ എൻകോഡിംഗ് മോസ്റ്റ്ലി ഒരു CPU ടാസ്ക് ആണ്, ബട്ട് സ്റ്റിൽ H.264 AV1 265 എൻകോഡിംഗ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാഫിക്സ് കാർഡ് അതിന് എക്സ്ട്രാ അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഓൾസോ ടാസ്ക് ബാറിൻ്റെ പെർഫോമൻസ് മെട്രിക്സ് നോക്കുവാണെങ്കിലും കാണാൻ പറ്റും അത്യാവശ്യം ഗ്രാഫിക്സ് കാർഡ് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻകോഡിങ്ങിൽ. നെക്സ്റ്റ് റെൻഡറിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ റെൻഡറിങ്ങിൻ്റെ നമ്മൾ ബെഞ്ച് മാർക്ക് ഒന്നും ചെയ്തില്ല, പക്ഷേ സോഫ്റ്റ്വെയർസിൻ്റെ സപ്പോർട്ട് പേജ് ഒക്കെ ഒന്ന് വെബ്സൈറ്റിൽ കയറി നോക്കിയായിരുന്നു. ലൂമിയോൻ്റെ റെക്കമെൻഡഡ് സ്കോർസ് നോക്കുവാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് സ്കോർ നോക്കുവാണെങ്കിൽ GPU ഹാർഡ്വെയറിൻ്റെ 14,000 സ്കോറാണ് പറയുന്നത്. ലൂമിയോൺ റെക്കമെൻഡ് ചെയ്യുന്ന ആരെങ്കിൽ അവർ പറയുന്ന ആ ഒരു ചാർട്ടിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് GPUവിൻ്റെ സ്കോർസ് ഉണ്ടാകും. സോ ഈ സ്കോർ 14,000 ആയിരിക്കണം. ആൻഡ് ഇതിൽ ഇൻറ്റൽ GPU നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ 14,000-നേക്കാളും കുറവാണ്. ഓൾസോ ഇത് ലൂമിയോൺ സോഫ്റ്റ്വെയറിൻ്റെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ GPU റിക്വയർമെൻറ്റ് സ്കോർസ് വെച്ച് നോക്കുവാണെങ്കിലും കുറവാണ്. സോ റെൻഡറിങ് പേർപ്പസിന് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൾസോ ഓട്ടോഡെസ്കിൻ്റെ മായ ഇൻ കേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ സപ്പോർട്ട് പേജിലും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസിലും GPU ലിസ്റ്റഡ് അല്ല. ഇൻറ്റൽ GPUs ഇതുവരെ സപ്പോർട്ട് വന്നിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ അത് ആഡ് ആകുമായിരിക്കും. ഓൾസോ V-Ray ബെഞ്ച് മാർക്കിങ്ങിനെ നമ്മളൊന്ന് നോക്കി. ഇതിലും ഇൻറ്റലിൻ്റെ ആർക്ക് GPU കാണിക്കുന്നില്ല, സപ്പോർട്ട് ഇല്ലെന്ന് തോന്നുന്നു, ഡിറ്റക്റ്റ് ആകുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി റെൻഡറിങ് വർക്ക്സ് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ NVIDIA ആയിരിക്കും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇൻറ്റൽ GPUs പല സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല, പല സോഫ്റ്റ്വെയർസ് സപ്പോർട്ട് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് ബെറ്റർ NVIDIA ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് മാത്രമല്ല നിങ്ങൾ സ്പെസിഫിക്കലി ഏതെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിസ്റ്റം റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് റെക്കമെൻഡഡ് ഹാർഡ്വെയർ എന്നുള്ളത് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതിൽ ഇൻ കേസ് ഇൻറ്റൽ GPU ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബട്ട് റെൻഡറിങ് കംപ്ലീറ്റ്ലി 50-50 ആണ്. കുറേ സോഫ്റ്റ്വെയർസ് സപ്പോർട്ട് ഉണ്ട്, കുറേ സോഫ്റ്റ്വെയർസ് സപ്പോർട്ട് ഇല്ല. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ആണ് ഗെയിമിങ്ങിൽ എങ്ങനെയാണ് ആർക്ക് A380. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് GTA 5 എന്തോ പഴയ ഗെയിം ആണെങ്കിലും ഇപ്പോഴും പോപ്പുലർ ടൈറ്റിലാണ്. ഓവറോൾ നമുക്കൊരു 100 FPS മേലെ വരുന്നുണ്ടായിരുന്നു. ആവറേജ് 122 FPS ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചില ഏരിയ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഡിപ്പ് ആവുന്നുണ്ടായിരുന്നു. 100-ന് താഴെ കുറച്ചൊക്കെ പോകുന്നുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ആവറേജ് നമുക്ക് 100-ന് മേലെ തന്നെ ഈസിലി കിട്ടുന്നുണ്ട്. ബട്ട് ഇതിലൊരു ഗ്ലിച്ച് ഉള്ളത് ഇൻ കേസ് നിങ്ങൾ MSAA ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണ്, അതിപ്പം എത്രയാണെങ്കിലും MSAA നിങ്ങൾ എനേബിൾ ഓൺ ചെയ്തിടുവാണെങ്കിൽ FPS 122 ആവറേജിൽ നിന്ന് അണ്ടർ 20s-ലോട്ടാണ് ഡയറക്റ്റ് പോകുന്നത്. സോ MSAA എന്ന സെറ്റിംഗ് ആൻഡ് ഇൻറ്റൽ ആർക്ക് GPUവിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഗ്ലിച്ച് ഉണ്ട്. സോ MSAA ഓഫ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ 100 FPS-ന് മേലെ ഈസിലി വരും. നെക്സ്റ്റ് Forza Horizon 5 നമുക്ക് ഇനീഷ്യലി 1-2 ഗ്ലിച്ചസ് അല്ലെങ്കിൽ ക്രാഷസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഗെയിം ലോഡ് ആകുന്നില്ലായിരുന്നു. ലോഡ് ആയിക്കഴിഞ്ഞാലും ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ നമ്മൾ ആക്ച്വൽ ഗെയിം സ്റ്റാർട്ട് ആകുമ്പോൾ ക്രാഷ് ആവുന്നുണ്ടായിരുന്നു. ഇത് പക്ഷേ മേ ബി മൈക്രോസോഫ്റ്റിൻ്റെ ടൈറ്റിൽ ആയതുകൊണ്ട് വിൻഡോസ് നമ്മളൊന്ന് ഫുൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല, അത് കഴിഞ്ഞിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഓൺ ആവറേജ് നോക്കുവാണെങ്കിൽ ഏറ്റവും എക്സ്ട്രീമിൽ ഇട്ടപ്പം 26 FPS ആണ് വരുന്നത്. ഒരു മിഡ് ടു ഹൈ കോംബോയിൽ നമുക്ക് 56 വരുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വാലറന്റ് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു ആർക്ക് 380-ൽ. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 200 FPS-ന് മേലെ വരുന്നുണ്ടായിരുന്നു ഓൺ ഹൈ സെറ്റിംഗ്സ്. ഓൾദോ ഇതൊരു CPU ബൗണ്ട് കുറച്ചുകൂടി CPU ഇൻറ്റൻസീവ് ഗെയിമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ആവറേജ് ഒരു 233 FPS റേഞ്ചാണ് ഹൈയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. സോ വാലറന്റ് പോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കാനാണെങ്കിൽ ആർക്ക് A380 ഓക്കെയാണ്. നെക്സ്റ്റ് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ ആണ്. വാർസോണും അത്യാവശ്യം CPU ഇൻറ്റൻസീവ് അല്ലെങ്കിൽ മൾട്ടി ത്രെഡഡ് CPU കുറച്ച് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നൊരു ഗെയിമാണ്. ഇവിടെയും നമുക്ക് കുറച്ച് ഗ്ലിച്ചസ് കണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇടയ്ക്ക് ബ്ലാക്ക് സ്ക്രീൻ വരുന്നുണ്ടായിരുന്നു. ഗെയിമിൽ ഇടയ്ക്ക് കംപ്ലീറ്റ് സ്റ്റക്കായി ഇതുപോലത്തെ ഒരു സംഭവമായിരുന്നു. ഫ്രെയിം ഡ്രോപ്സും ഫ്രെയിംസും കംപ്ലീറ്റ് ഡിപ്പായി ഒരു മൊത്തത്തിൽ ഫ്രീസ് ആകുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടായിരുന്നു. ബട്ട് ഇത് ഗെയിം ഷട്ട് ഡൗൺ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനീഷ്യലി 1-2 പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ വന്നത്. ഐ ഡോണ്ട് നോ അത് ഗെയിമിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ GPUവിൻ്റെ ആണോ നമുക്കറിയത്തില്ല. ബട്ട്
റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓവറോൾ ആവറേജ് ഹൈ മീഡിയം സെറ്റിംഗ്സിൻ്റെ ഒരു കോമ്പിനേഷനിൽ ടെക്സ്ചർ ഡേറ്റ ഹൈയിൽ ഇട്ടുകൊണ്ട് നോക്കുവാണെങ്കിൽ ആവറേജ് നമുക്കൊരു 50 FPS റേഞ്ച് വരുന്നുണ്ടായിരുന്നു. ഒരു ലോ ടു മീഡിയമിലോട്ട് പോകുമ്പം 61 FPS റേഞ്ച് ആവറേജ് വരുന്നുണ്ടായിരുന്നു. സോ കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയറും അത്യാവശ്യം കുഴപ്പമില്ല, കളിക്കാൻ പറ്റും. നെക്സ്റ്റ് ഫാർ ക്രൈ 6 ആണ്. ഫാർ ക്രൈ 6 ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. മീഡിയം ടു ഹൈ സെറ്റിംഗ് കോമ്പിനേഷൻ നമുക്ക് ആവറേജ് ഒരു 56 റേഞ്ച് FPS വരുന്നുണ്ടായിരുന്നു. മേ ബി കുറച്ചും കൂടെ ഒന്ന് ലോവർ ആക്കി കഴിഞ്ഞാൽ ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്താൽ 60ക്ക് മേലെ ഈസിലി കിട്ടും. നെക്സ്റ്റ് ആണ് Cyberpunk 2077. Cyberpunk ഞാൻ ആക്ച്വലി എന്തെങ്കിലും ഗ്ലിച്ച് ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ മീഡിയം സെറ്റിംഗ്സിൽ മീഡിയം ടെക്സ്ചേഴ്സ് ഇട്ടുകൊണ്ട് നോക്കുമ്പോൾ 38 FPS ആണ് വരുന്നത്. XeXS നേരത്തെ പറഞ്ഞ XE സൂപ്പർ സാമ്പിളിംഗ് നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ പെർഫോമൻസിൽ ഇൻക്രീസ് വരുന്നുണ്ട്, FPS ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ഓവറോൾ ബെറ്റർ ഫ്രെയിംസ് വേണമെങ്കിൽ XeXS എനേബിൾ ചെയ്ത് നോക്കാം. അത്യാവശ്യം പ്ലേയബിൾ തന്നെയാണ് മിഡ് ടു ലോ സെറ്റിംഗ്സിൽ. അലൻ വേക്ക് ആണ് നെക്സ്റ്റ് ഗെയിം. അലൻ വേക്ക് ഒരു ഹെവി ഗെയിമാണ്, നമുക്കറിയാം. 1080p ലോ സെറ്റിംഗ്സിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. 1080p ഏറ്റവും ലോയിലും നമുക്ക് 22 FPS റേഞ്ച് ഒക്കെയാണ് വരുന്നത്. ആൻഡ് അത്രയ്ക്കൊരു പ്ലേയബിൾ എക്സ്പീരിയൻസ് അല്ല. ഈവൻ 720pയിലോട്ട് ഡൗൺഗ്രേഡ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് 29 to 30 FPS റേഞ്ച് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. സോ അലൻ വേക്ക് പോലത്തെ ഹെവി ആയിട്ടുള്ള ഗെയിംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം നല്ല GPU തന്നെ വേണം. ഈവൻ റിക്വയർമെന്റിലും കമ്പനി തന്നെ പറയുന്നുണ്ട് 2060 അല്ലെങ്കിൽ 1660 ആണ് മിനിമം പറയുന്നത്. റിക്കമെൻഡഡ് 3060ക്ക് മേലെയാണ്. സോ ഒബ്വിയസ്ലി ആർക്ക് 380 വെച്ച് നമുക്ക് എന്തായാലും അലൻ വേക്ക് 2 പോലത്തെ ഗെയിംസ് ഈവൻ 720pയിലും പ്ലേയബിൾ അല്ല. നെക്സ്റ്റ് RDR2 ആണ്. ബാലൻസ്ഡ് ആൻഡ് മീഡിയം സെറ്റിംഗ്സിൽ ഇട്ടുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് 47 FPS റേഞ്ച് ആവറേജ് വരുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി ലോവർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഫേവേഴ്സ് പെർഫോമൻസ് ഏറ്റവും ടെക്സ്ചർ ഡേറ്റ കുറച്ച് ലോ ആക്കുമ്പോൾ നമുക്ക് 54 FPSന് മേലെ 54 to 56 റേഞ്ച് FPS ഈസിലി വരുന്നുണ്ട്. ഇതിൽ തന്നെ FSR നമ്മൾ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 60 FPSന് മേലെ 68 FPS റേഞ്ച് വരുന്നുണ്ടായിരുന്നു. അടുത്ത ഗെയിം ഹൊറൈസൺ സീറോ ഡോൺ ആണ്. ഇതും പ്രറ്റി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഓപ്റ്റിമൈസ്ഡ് ഒറിജിനൽ അല്ലെങ്കിൽ നോർമൽ സെറ്റിംഗ്സിൽ 49 FPS ആവറേജ് വരുന്നുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ FSR എനേബിൾ ചെയ്യുമ്പോൾ ആവറേജ് ഒരു 79 FPS കിട്ടുന്നുണ്ട്. സ്പൈഡർമാൻ റീമാസ്റ്റേർഡ് മീഡിയം സെറ്റിംഗ്സ് 1080p റെസൊല്യൂഷനിൽ 56 FPS ആവറേജ് വരുന്നുണ്ട്. ഇടയ്ക്ക് സ്ലൈറ്റ്ലി ഹൈ ഫ്ലൈയിങ് ഏരിയസിലൊക്കെ ഒരു 45 FPSലോട്ട് ഡിപ്പ് ആവുന്നുണ്ട്. സോ ഓവറോൾ ആവറേജ് നോക്കുവാണെങ്കിൽ 56 റേഞ്ച് FPS ആണ്. നെക്സ്റ്റ് ഗെയിമാണ് ഷാഡോ ഓഫ് ദി ടൂം റൈഡർ. കുറച്ച് പഴയ ഗെയിമാണ്, ബട്ട് സ്റ്റിൽ CPU GPU അത്യാവശ്യം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. സോ ഇപ്പോഴും നമ്മൾ ബെഞ്ച് മാർക്കിങ്ങിൽ പലരും യൂസ് ചെയ്യുന്ന ഒരു ഗെയിം തന്നെയാണ്. 46 FPS ആവറേജ് പ്ലേയബിൾ FPS നമുക്ക് വരുന്നുണ്ടായിരുന്നു, വലിയ ഇഷ്യൂ ഒന്നുമില്ല. അടുത്ത ഫൈനൽ ഗെയിമാണ് സ്റ്റാർഫീൽഡ്. ഇതും എനിക്കൊരു ഹോപ്പും ഇല്ലാത്തൊരു ഗെയിമായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു പെർഫോമൻസും. 1080p ഏറ്റവും ലോവസ്റ്റ് നമുക്ക് ശോകമായിരുന്നു. 16 FPS റേഞ്ച് ആണ് വരുന്നത്. 900pയിലോട്ട് ഡൗൺഗ്രേഡ് ചെയ്തപ്പോഴും നമുക്ക് 21 FPS റേഞ്ച് ആണ് കിട്ടുന്നത്. സിമിലർലി ഇതിൽ നമുക്ക് കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയറും കണ്ടു. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്യാരക്ടർ ഇടയ്ക്ക് നമ്മൾ ഓരോ ആംഗിൾ ചേഞ്ച് ആകുന്നതനുസരിച്ച് ഈ ക്യാരക്ടർ അങ്ങോട്ട് ഇൻവിസിബിൾ ആവുന്നുണ്ടായിരുന്നു. ഇത് ഗെയിമിലെ ഒരു ഗ്ലിച്ചാണോ അല്ലെങ്കിൽ ഓവറോൾ GPUവിൻ്റെ ഒരു ഗ്ലിച്ച് ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ബട്ട് സ്റ്റിൽ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. സ്റ്റാർഫീൽഡ് ഒബ്വിയസ്ലി 100% നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ആയിട്ടില്ല ആർക്ക് GPUസിൽ. സോ അതൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഈ ഗ്ലിച്ച് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയത്തില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫൈനലി RTX അല്ലെങ്കിൽ XeXSന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ RTX എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല, അത്രയും ടൈം വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ബിക്കോസ് A380 ഒരു ബഡ്ജറ്റ് GPU ആണ്. ഈവൻ ദോ RTX സപ്പോർട്ട് റീട്രേസിംഗ് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇത്രയും ലോ GPU ആയതുകൊണ്ട് തന്നെ റീട്രേസിംഗ് ആരും യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ ടെസ്റ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ട്രേസിംഗ് എന്തായാലും സ്കിപ്പ് ചെയ്തു. XeXS നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 4 ഗെയിംസിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലെ റിസൾട്ട്സ് ഇങ്ങനെയാണ്. ഫോർസ ഹൊറൈസൺ 5ൽ സപ്പോർട്ട് ഉണ്ട് XeXSന്റെ. മീഡിയം ടു ഹൈ സെറ്റിംഗിൽ 61 FPS ആയിരുന്നു വിത്തൗട്ട് XeXS എനേബിൾ ചെയ്യുമ്പോൾ ഒരു 3 FPS ആണ് ഹൈ കിട്ടിയത്, 64 FPS ആയിട്ട് കൂടി. സോ ഫോർസ ഹൊറൈസൺ 5ൽ വലിയ വ്യത്യാസമൊന്നും നമ്മൾ നോട്ടീസ് ചെയ്തില്ല. ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ പെർഫോമൻസ് ആയിരുന്നു. കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മിഡ് ടു ഹൈ സെറ്റിംഗ്സ് നമുക്ക് 50 FPS വിത്തൗട്ട് വരുന്നുണ്ടായിരുന്നു. XeXS എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് 68 FPS ആയിട്ട് കൂടി ഓൾമോസ്റ്റ് ഒരു 30% ഇൻക്രിമെന്റ് വിത്ത് XeXS നമുക്ക് കിട്ടുന്നുണ്ട്. Cyberpunk 2077ൽ നമുക്ക് 38 FPS ആയിരുന്നു മീഡിയം സെറ്റിംഗ്സിൽ 1080pയിൽ. XeXS എനേബിൾ ചെയ്ത് പെർഫോമൻസ് മോഡിൽ നമ്മൾ ഇടുമ്പോൾ 60 FPS റേഞ്ച് വരുന്നുണ്ടായിരുന്നു. സോ ഇവിടെയും നമുക്കൊരു ആവറേജ് 44 FPSന്റെ ഡിഫറൻസ് കാണാം. ആൻഡ് ഷാഡോ ഓഫ് ദ ടൂം റൈഡറിലും വിത്തൗട്ട് നമുക്ക് 46 FPSും ഇത് എനേബിൾ ചെയ്യുമ്പോൾ 61 FPS ആവറേജ് വരുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ 37% ഇൻക്രിമെന്റ്. സോ ഇന്റലിന്റെ XeSS അല്ലെങ്കിൽ XE
സൂപ്പർ സാമ്പിളിംഗ് ഇവൻ ദോ ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഒട്ടുമിക്ക ഗെയിംസിൽ നമുക്ക് അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ഓർ FPS അപ്ലിഫ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ചില ഗെയിംസിൽ വലിയ ഡിഫറൻസ് ഒന്നും നോട്ടീസ് ചെയ്യുന്നില്ല. സോ മേ ബി ഫ്യൂച്ചർ ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻസ് ഒക്കെ വരുമ്പം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുമായിരിക്കും. നെക്സ്റ്റ് ആണ് തേർമൽസിൻ്റെ കാര്യം. തേർമൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തേർമൽസ് നമുക്ക് 75 വാട്ട്സ് ആണ് ഇതിൻ്റെ TDP അല്ലെങ്കിൽ ടോട്ടൽ ബോർഡ് പവർ പറയുന്നത്. ബട്ട് നമ്മുടെ ഈ GPU 43 to 45 വാട്ട്സ് ആയിരുന്നു പുൾ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ടെമ്പറേച്ചേഴ്സ് ഓക്കെ ആയിരുന്നു, തേർമൽ ത്രോട്ട്ലിംഗ് ഒന്നും നോട്ടീസ് ചെയ്തില്ല. ഈവൻ ദോ ഒരു സിംഗിൾ ബ്ലോവർ ടൈപ്പ് ഫാൻ ഉള്ള ഒരു GPU ആണെങ്കിലും ഹൈ ടെമ്പറേച്ചേഴ്സ് ഒന്നും നോട്ടീസ് ചെയ്തില്ല. ആൻഡ് ഡ്രൈവർ സപ്പോർട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഓർ ഈ ഗ്ലിച്ചസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇന്റലിന്റെ ഇത് ഫസ്റ്റ് ലൈനപ്പ് ആണ്. ഫസ്റ്റ് ടൈം ആണ് ഇന്റൽ ഡിസ്ക്രീറ്റ് GPU ലൈനപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലോട്ട് വരുന്നത്. എക്സ്പെക്റ്റഡ് ആണ്, ലൈക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ 100% പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ലെന്ന്. പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇറങ്ങിയ ടൈമിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമുക്കറിയാം. ബട്ട് ഇതിന് ഇന്റൽ ഒരു സെപ്പറേറ്റ് ടീം തന്നെയാണ് വെച്ചേക്കുന്നത്. ഓരോ ചെറിയ ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണ്. ഓരോ ചെറിയ ഇഷ്യൂ എവിടെയെങ്കിലും ഏതെങ്കിലും ഇൻഫ്ലുവൻസർ നോട്ടീസ് ചെയ്ത് വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ ഓർ ആ ഫീഡ്ബാക്ക് എല്ലാം ഇന്റൽ പ്രോപ്പറായിട്ടാണ് എടുക്കുന്നത്. എല്ലാത്തിൻ്റെയും ഓരോന്ന് 1 by 1 അവർ പെട്ടെന്ന് തന്നെ ഓരോ ഇഷ്യൂ അല്ലെങ്കിൽ ഓരോ ഗ്ലിച്ചിൻ്റെ അവർ അപ്ഡേറ്റ്സ് ക്ലിയർ ആയിട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്ഡേറ്റ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ഇത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഡെയിലി അപ്ഡേറ്റ് വരുന്നുണ്ട്. ഡെയിലി ഓരോ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ റിലീസ് നോട്ട്സ് എന്നൊരു സംഭവം ഉണ്ടാകും. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണോ ഡ്രൈവർ അതിൻ്റെ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്, ഏതൊക്കെ ഗ്ലിച്ചസ് ആണ് ക്ലാരിഫൈ ചെയ്തേക്കുന്നത്, ഇതെല്ലാം ഈ റിലീസ് നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സോ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റിലീസ് നോട്ട്സ് ഒന്ന് നോക്കണം. നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും ഗെയിം സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ ഗെയിമിൻ്റെ സപ്പോർട്ട് ആഡ് ആയിട്ടുണ്ടാകും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ആകുന്നുണ്ടാകും. സോ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അപ്ഡേറ്റ്സ് നല്ല രീതിക്ക് റെഗുലർ ബേസിസിൽ വരുന്നുണ്ട്. ഇന്റൽ ആ ഒരു കാര്യത്തിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പേഴ്സണലി നോട്ടീസ് ചെയ്ത ഗ്ലിച്ചസ് പറഞ്ഞു. കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്ലിച്ച് ഉണ്ടായിരുന്നു. ഫോർസ ഹൊറൈസൺ 5 സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ബട്ട് അത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല. സിമിലർലി ആർക്ക് കൺട്രോളിന്റെ ആ ഒരു ഇന്റർഫേസ് ഇടയ്ക്ക് സ്റ്റക്ക് ആകും. അപ്ഡേറ്റ് ആകുന്ന സമയത്ത് ഫ്രീസ് ആകും, അല്ലെങ്കിൽ ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് അത് ടോപ്പിലോട്ട് വരും. നോട്ടിഫിക്കേഷൻസ് ഒത്തിരിയാണ് വരുന്നത്, നോട്ടിഫിക്കേഷൻസ് ഒത്തിരി വന്നുകൊണ്ടിരിക്കും. സിമിലർലി റീസൈസബിൾ ബാർ നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ടേക്കുവാണ്, എനേബിൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഈ ഡ്രൈവർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞ പോലെ ബേസിക് സോഫ്റ്റ്വെയർ ആണ്. കുറച്ചുകൂടി എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നെക്സ്റ്റ് ജനറേഷന് വരുമായിരിക്കും. ഡീറ്റെയിൽഡ് NVIDIAയുടെ കൺട്രോൾ പാനൽ അല്ലെങ്കിൽ AMDയുടെ അഡ്രിനാലിൻ പോലെ ഒത്തിരി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ആർക്ക് കൺട്രോൾ വരുവാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇന്റൽ. സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഒത്തിരി ഉണ്ട്. ആൻഡ് ഫൈനലി ആണ് ദി ക്വസ്റ്റ്യൻ, should you buy it or no? So ഇത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ യൂസേജ്. ഫസ്റ്റ് ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് GPU നോക്കുന്നുണ്ട്, പുതിയൊരു GPU, അതും ഇപ്പോഴത്തെ 1650 ഓർ ഈ 570 580 സപ്പോർട്ട് ഇല്ലാത്ത GPUs അല്ലാതെ പുതിയൊരു GPU നോക്കുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് സീരീസിൽ 11,000 12,000 റേഞ്ചിൽ ആർക്ക് 380 കൺസിഡർ ചെയ്യാവുന്ന ഒരു GPU തന്നെയാണ്. കോഴ്സ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കണം. ഏതൊക്കെ ഗെയിംസ് സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ കളിക്കുന്ന ഗെയിംസിൽ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ, അതിൻ്റെ ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി യൂട്യൂബിൽ നോക്കിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് നോക്കണം. പഴയ വീഡിയോസ് നോക്കല്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അപ്ഡേറ്റഡ് ബെഞ്ച് മാർക്സ് ആയിരിക്കും വരുന്നത്. അപ്ഡേറ്റഡ് ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ പല ഇഷ്യൂസും റിസോൾവ് ആയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ലേറ്റസ്റ്റ് ബെഞ്ച് മാർക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എക്സാക്ട് പെർഫോമൻസ് റിഫറൻസ് കിട്ടും. സോ ഗെയിംസ് ഏതൊക്കെയാണ് നിങ്ങൾ കളിക്കുന്നത്, അതിൽ നല്ല രീതിയിൽ FPS ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. A380 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരു പുതിയ GPU ബെറ്റർ ആയിട്ടുള്ള ഒരു GPU നോക്കുന്നുണ്ടെങ്കിൽ. സിമിലർലി XeSSന്റെ സപ്പോർട്ടും ഉള്ള ഗെയിംസും വരുന്നുണ്ട്. സോ XeSS എനേബിൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ബെറ്റർ FPS നമുക്ക് കിട്ടും. സോ ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. യു ക്യാൻ ഗോ ഫോർ ദിസ്. നെക്സ്റ്റ് എഡിറ്റിങ്ങിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബഡ്ജറ്റ് GPU നോക്കുന്നുണ്ട്, അത്യാവശ്യം എഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലും A380 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എഡിറ്റിംഗ് വൈസും നമ്മളൊരു 4K ഫുട്ടേജ് ആണ് ടെസ്റ്റ് ചെയ്തത്. അണ്ടർ 30 മിനിറ്റ്സ് ഫുൾ റെൻഡറായി കിട്ടി, അതും 20 മിനിറ്റ്സിൻ്റെ വലിയൊരു ഫയലായിരുന്നു. സോ ഓവറോൾ 1080p എഡിറ്റിങ്ങിനൊക്കെ ബേസിക് എഡിറ്റിങ്ങിന് നല്ലൊരു GPU തന്നെയായിരിക്കും. AV1 H.264 265 എല്ലാം സപ്പോർട്ട്, എൻകോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ സപ്പോർട്ട് ഉണ്ട്. ഇൻ കേസ് റെൻഡറിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ ആർക്ക് GPU എന്തായാലും ആസ് ഓഫ് നൗ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. NVIDIA ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞാണ്. മോസ്റ്റ് റെൻഡറിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത് CUDA ബേസ്ഡ് റെൻഡറിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് CUDA സപ്പോർട്ട് ചെയ്യുന്ന NVIDIA GPUs ആണ് ബെറ്റർ. അപ്പോൾ റെൻഡറിംഗ് ഉണ്ടെങ്കിൽ ആർക്ക് 380 ഓർ എനി ആർക്ക് സീരീസ് എടുക്കണ്ട. ആൻഡ് സ്ട്രീമിങ്ങിന് നല്ലൊരു GPU ആയിരിക്കും ഇത്. സ്ട്രീമിങ്ങും ഗെയിമിങ്ങും രണ്ടും ഈ GPUയിൽ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. സ്ട്രീമിംഗ് സെപ്പറേറ്റ് ഒരു
GPU-ലാക്കണമെന്നുണ്ടെങ്കിൽ A380 ഒരു ലോ ബഡ്ജറ്റിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബിക്കോസ് ഇതിൽ AV1 എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് ബെറ്റർ കംപ്രഷൻ റേഷ്യോസ് ആയിരിക്കും കിട്ടുന്നത് കമ്പയർ ടു H.264ഉം H.265. സോ ഗെയിം സ്ട്രീം ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു GPU ഗെയിമിങ്ങിന് വേണ്ടി വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു സ്ട്രീമിംഗ് GPU ആയിട്ട് A380 GPU വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്പെഷ്യലി AV1 എൻകോഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റും അറ്റ് ലോ ബാൻഡ് വിത്ത്. സോ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ സ്ട്രീമിംഗ് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ഓവറോൾ തരുന്നതായിരിക്കും. സോ സെപ്പറേറ്റ് ഒരു സ്ട്രീമിംഗ് കാർഡായിട്ട് യൂസ് ചെയ്യാൻ A380 ഒരു കുഴപ്പമില്ലാത്ത നല്ല ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഫൈനൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഷുഡ് യു ബൈ ഇറ്റ്. അതിൻ്റെ ആൻസേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഓരോ യൂസ് കേസ് സിനാരിയോ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. മോസ്റ്റ്ലി എല്ലാ പേർപ്പസിനും അത്യാവശ്യം കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാവുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഗ്ലിച്ചസ് ഉണ്ടാകും. എല്ലാ മിനിറ്റിൽ ഓരോന്ന് സോൾവ് ചെയ്ത് വരുന്നുണ്ട്. റെൻഡറിങ് ആണെങ്കിൽ മാത്രം ഇത് സ്കിപ്പ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഇന്റൽ ആർക്ക് സീരീസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ദാറ്റ് ടു ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ വരാത്ത ഗ്ലിച്ചസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. സോ ജസ്റ്റ് ഈ കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഫൈനലി ബോട്ടം ലൈൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇന്റൽ ആർക്ക് GPUസിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഇമ്പ്രൂവ്മെൻറ്റിന് നല്ല സ്കോപ്പ് ഉണ്ട്. ആൻഡ് ഇന്റലിൻ്റെ ടീം ഡെഡിക്കേറ്റഡ് തന്നെയാണ്. ഈ സംഭവങ്ങൾ ഗ്ലിച്ചസും കാര്യങ്ങളെല്ലാം റിസോൾവ് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇന്റലിൻ്റെ സെക്കൻഡ് ജനറേഷൻ സീരീസ് ആണ് ബാറ്റിൽ മേഡ് സീരീസ്. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ജനറേഷൻ ഗ്രാഫിക്സ് കാർഡ്സ് ഇതിലും ബെറ്റർ ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽഡ്സ് വേണമെങ്കിൽ കോൺടാക്ട് മീ ഓൺ ദിസ് നമ്പർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.